പോയില്ല നീ പോകും? ഞാൻ പോകും, ഞാൻ പോയിക്കോളാം. വാക്കാണ് അങ്ങനത്തെ അവിടെ ചെല്ലുമ്പോ കെട്ടിപ്പിടിയും കരച്ചിലൊക്കെ ഡ്രാമ കണ്ടോണ്ടിരിക്കുകയല്ലേ നമ്മള്. ഇന്ന് നടന്ന സംഭവത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലാലേട്ടൻ പോയതിനു ശേഷം അതിന് മുന്നേയും ബിഗ് ബോസ് പറഞ്ഞ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന മേക്കപ്പിന്റെ കാര്യത്തിലൊക്കെ അപ്പോൾ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കുന്നില്ല എന്നറിയാം. പക്ഷെ ഇന്ന് രാവിലെയും അതുപോലെ എനിക്ക് അങ്ങനെ തോന്നി, പുള്ളിക്കാരി ഇങ്ങനെ ലിപ്സ്റ്റിക്കും ഈ പറയുന്ന മുഖത്തുള്ളതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഞാൻ ഇപ്പോഴും പറയാണ്, പുള്ളിക്കാരി വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ ആ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് എന്റെ പെർമിഷൻ ചോദിക്കാൻ എന്റെ മുഖം പിടിച്ച് എന്റെ ലിപ്സ് ഇങ്ങനെ അഗ്രസീവ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് അത് ഫിസിക്കൽ അല്ലെങ്കിൽ എന്താണ് എന്താ എന്നോട് നോട്ട് അലൗഡ് ടു ടച്ച് മീ. ഇവിടെ എന്തിനാ എന്നെ ടച്ച് ചെയ്ത്? without asking my consent nobody can touch me. ഞാൻ ആരെയും ഇതുവരെ ഇങ്ങനെ തൊട്ടിട്ടില്ല. ഇവിടെ അധികം എന്നെ ലിവിംഗ് റൂമിൽ അടിച്ച് ഞാനൊന്നും ഭയം ഉണ്ടാക്കിയില്ല. ഇവിടെ വെച്ച് അത് കഴിഞ്ഞ് ഇപ്പം ഇവിടെ ഇങ്ങനെ ഇത് ചെയ്ത് ദിസ് ഇസ് ദ സെക്കൻഡ് ടൈം ഷീ ഡൂയിങ് ഇറ്റ്. എല്ലാവരും കാണുന്നുണ്ട്. ബിക്കോസ് എനിക്ക് മതിയായി. എനിക്ക് ഇങ്ങനെ എന്റെ പെർമിഷൻ ഇല്ലാതെ ആരും ടച്ച് ചെയ്യുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഇത് നീ എന്നെ പിടിച്ച് എന്റെ മോൻ വരയ്ക്കുമ്പോൾ ഞാൻ അതിന്റെ റിഫ്ലക്സ് എനിക്കറിയാം, എനിക്ക് ബോധമുണ്ട്. നിങ്ങളുടെ ക്യാമറാസ് എല്ലാം കണ്ടിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഐ എം വെരി ഹേർട്ട്. പ്ലീസ്, ഷീ ഈസ് നോട്ട് സപ്പോസ് ടു ടച്ച് മീ. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് നേരിട്ടും കണ്ടു, വീണ്ടും അതിന്റെ ഫുട്ടേജും കണ്ടു. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അതിനാൽ എന്ത് നടപടി എടുക്കണമെന്ന് തീരുമാനിക്കാനായി ഇവിടെ ഒരു ബോർഡുണ്ട്. അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. പക്ഷേ ബിഗ് ബോസ് ലാസ്റ്റ് ടൈമും ഇവിടെ എന്നെ അടിച്ചപ്പോ ആരും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. സെക്കൻഡ് ടൈം ഇവിടെ എന്നെ ആദ്യമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഫുൾ അതുകൊണ്ട് എന്നെ ഡിഫെൻസ് ചെയ്യാൻ എന്റെ മോൻ പിടിച്ച് ആരെങ്കിലും എന്റെ ലിപ്സ് ഒരയ്ക്കുമ്പോൾ എനിക്ക് അതിനെ തള്ളാൻ അതില്ല. ഓഫ് കോഴ്സ് ഉണ്ടല്ലോ. ആദ്യം ആരാണ് ടച്ച് ചെയ്ത് അതും പ്ലീസ് കൺസിഡർ ചെയ്യണം. ഐ ഹാവ് എ റിക്വസ്റ്റ്. ആദ്യം ടച്ച് ചെയ്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിയമങ്ങൾ അറിയാം.